തിന്നണം, കൈ കഴുകണം, പാത്രം കഴുകണം. തിന്നാൻ വേണ്ടി അങ്ങോട്ട് പോകണം, തിന്നാൻ വേണ്ടി ഇങ്ങോട്ട് വരണം. അതിനു വേണ്ടി മാത്രം നീക്കി വെക്കുന്ന സമയം ഭക്ഷണത്തിന് 15 കൊല്ലം ഒരായുസിൽ. അപ്പോൾ 60 15 പോയാൽ അതിന് 45 ഉള്ളൂ. 45-ൽ 5 കൊല്ലം ടോയ്ലറ്റ് സമയമാണ്. മൂത്രം ഒഴിക്കണ്ടേ, ടോയ്ലറ്റ് പോകണ്ടേ, പോകുന്നതും വരുന്നതും ഒഴിക്കുന്ന സമയം കൂട്ടിയാൽ പോലല്ലോ, അതിനു വേണ്ടി പോകണ്ടേ വരണ്ടേ, എല്ലാം കൂടി ഒരു ആയുസില 5 കൊല്ലം ടോയ്ലറ്റിലാണ്. യൂറോപ്യൻ ക്ലോസറ്റ് വന്നപ്പോഴായി 5 കൊല്ലമായത്. നേരത്തെ അത്ര ഉണ്ടായിരുന്നില്ല. നാടൻ കക്കൂസിൽ മുട്ടും മടക്കി ഇരിക്കുമ്പോൾ മുട്ട് വേദനിച്ചിട്ട് വേഗം എഴുന്നേറ്റ് പോകും. ഇപ്പം കസേരമേലെ പോലെ ഇരിക്കുകയല്ലേ, അവിടെ എത്ര നേരം ഇരിക്കുക, വരുമ്പം വരട്ടെ, ആടെ ഇരിക്കും അല്ലേ, അവിടെ ഇരിക്കും. ചെറുപ്പക്കാരെല്ലാം മൊബൈലും എടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പോകുന്നത്. ആടെ നിന്നാണ് പലതും ഡൗൺലോഡിങ്, മേലെ നിന്നും ഡൗൺലോഡിങ്, താഴെ നിന്നും ഡൗൺലോഡിങ് അല്ലേ. 5 കൊല്ലം അങ്ങനെയും പോയി. ഇനി എത്രയാ ബാക്കി? 40 കൊല്ലേ ബാക്കിയുള്ളൂ. അതിൽ 10 കൊല്ലം അസുഖം വന്ന് കിടക്കും. ജനിച്ചപ്പോൾ ആദ്യത്തെ 2 കൊല്ലം കിടപ്പായിരുന്നില്ലേ? കുട്ടിയായിരിക്കുമ്പോൾ കിടപ്പ, ഒരു 70 കഴിഞ്ഞാലും കിടപ്പായിരിക്കുമല്ലേ മിക്കവും. ഇനി യുവാവായിരിക്കും, നല്ല ആരോഗ്യമുള്ളപ്പോൾ പനി വന്നാൽ, തലവേദന വന്നാൽ, കാലുവേദന വന്നാലെല്ലാം കിടക്കൂലേ. അങ്ങനെ 10 കൊല്ലം ഒരു ആയുസ് കിടന്നും പോയി. ഇനി 30 ബാക്കിയുള്ളൂ. ആ 30-ൽ 5 കൊല്ലം നമുക്ക് കുളിക്കണ്ടേ, പല്ല് തേക്കണ്ടേ, പൗഡർ ഇടണ്ടേ, പൊട്ട് തൊടണ്ടേ, മീശ കെട്ടിയണ്ടേ, ഷേവ് ചെയ്യണ്ടേ, മുടി മുറിക്കണ്ടേ, പുരികം പൊരിക്കണ്ടേ, വരച്ചുണ്ടാക്കണ്ടേ, സാരി ഉടുക്കണ്ടേ, കുന്താണീൻ്റെ പിന്നു കുത്തണ്ടേ, എല്ലാം കൂടി നമ്മളെ മേക്കപ്പ് ചെയ്യാൻ 5 കൊല്ലം വേണം. കഴിച്ചെത്രയേ ബാക്കി? 25 കൊല്ലമേ നമുക്കുള്ളൂ. ആ 25 കൊല്ലം മനുഷ്യനാവണം വേണ്ടേ? ആ 25 കൊല്ലം ആരോ പടച്ചു വിടുന്ന റീലും നോക്കി ഇരുന്നിട്ട് കാര്യമുണ്ടോ? കുട്ടികളോട് ചോദിക്കണം, നീ ജനിച്ചത് ഇതിന് വേണ്ടിയാണോ, അല്ല ഇത് വാങ്ങിയത് നിനക്ക് വേണ്ടിയാണോ? ചില കുട്ടികൾ ജനിച്ചത് ഇതിന് വേണ്ടിയിട്ടാണ്. കുട്ടികളെ മാത്രം കുറ്റം പറയണ്ട, മുതിർന്നു വരും. ഈ സ്കൂളിൽ പോയിട്ട് മക്കളെപ്പോഴും ഫോൺ കളിക്കുകയാണ്, ഗെയിം കളിക്കുകയാണെന്ന് കുറ്റം പറയുന്ന പല രക്ഷിതാക്കളും വീട്ടിൽ നിന്ന് ഇവരെപ്പോ മാന്തു. കുട്ടികൾ എടുക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. നമുക്ക് നോക്കാം, അത് തെറ്റാ. മക്കളെല്ലാവരും വീട്ടിൽ ഉള്ളപ്പോൾ മൊബൈൽ ഫോണ് നോക്കുന്ന ശീലം കുറക്കുക. അപ്പം അതുകൊണ്ട് നമുക്ക് സമയം അത്രയേ ഉള്ളൂ. ആ സമയം ഭാവിയിലേക്ക് വേണ്ടത് സൂക്ഷിച്ചു വെക്കുക. 2 മൂലധനമാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്. 1 സാമ്പത്തികം, ബാഹ്യം. 2 സാംസ്കാരികം, ആന്തരികം. ഈ ആന്തരിക വെളിച്ചമാണ് വളർത്തിയെടുക്കേണ്ടത്. ഈ ആന്തരിക വെളിച്ചം വളർത്താൻ പഞ്ചായത്തും MLA-യും MP-യും മന്ത്രിമാരും വിദ്യാലയങ്ങളും മാത്രം വിചാരിച്ചാൽ കഴിയില്ല. ആന്തരികമായ വെളിച്ചം വളർത്താൻ ഇതുപോലുള്ള സമാന മനസ്കരുടെ ഒത്തുകൂടലുകൾ വേണം. കൂടിയിരുന്നിട്ട് മദ്യപിച്ച് പിരിയാനല്ല, അവർ സ്നേഹം പങ്കുവെക്കാൻ, സംസ്കാരം വളർത്താൻ, നാട്ടുകാരെ സഹായിക്കാൻ, നാടിൻ്റെ മാതൃകയാവാൻ, നാട്ടിൻ്റെ വെളിച്ചമായി മാറാൻ, വിളക്കുമരമായി മാറണം. അതിനെവിടുന്നാ വന്നത് നമ്മൾ അറിയണം, എങ്ങോട്ടാ പോകുന്നെന്നുള്ള ലക്ഷ്യബോധം വേണം. ഇവിടെ കായംകുളത്തിനടുത്താണല്ലോ കായംകുളം പീപ്പിൾസ് ആർട്സ് കമ്പനിയുടെ പാട്ടോർമ്മയിലെ എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ എന്ന് മനുഷ്യന് തിരിച്ചറിവുണ്ടാകണമെങ്കിൽ വിളക്കുമരമേ വെളിച്ചമുണ്ടോ?